ഹേ ഗൈസ്, +2 പൊളിറ്റിക്സ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സോർട്ട് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒന്നോ രണ്ടോ തവണയല്ല, മൂന്നോ നാലോ അഞ്ചോ ആറോ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ, വായിക്കാൻ വയ്യ എന്നൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലുള്ള ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ഏത് ടോപ്പിക്സും പഠിക്കാൻ പാടുള്ളൂ. ആൻഡ് ഈ വീഡിയോ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ട് റിവൈസ് ചെയ്യുക. ഫസ്റ്റ് ടോപ്പിക്കാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഈ നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ചർച്ച നടത്തിയിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓർത്ത് വെക്കണേ, സർദാർ വല്ലഭായ് പട്ടേൽ. ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച കാര്യങ്ങൾ, ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം ജനങ്ങളുടെ താല്പര്യമാണ്. ജനങ്ങളുടെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ആ സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചില പ്രദേശങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകാൻ തയ്യാറായിരുന്നു. ചില പ്രദേശങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകാൻ നമ്മൾ തയ്യാറായിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അനുഭവം. മുന്നേ നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബേസിലും കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങളുടെ താല്പര്യം, അതുപോലെ തന്നെ ചില പ്രദേശങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകാൻ തയ്യാറായിരുന്നു, ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അനുഭവം. ഇങ്ങനെ നമ്മൾ ചർച്ച നടത്തി അവസാനം തീരുമാനത്തിലെത്തുന്ന സമയത്ത് ഓർമ്മിച്ച് വെക്കണേ, കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ ഈ 4 നാട്ടുരാജ്യങ്ങൾ ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ ലയന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ. കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ. ഓക്കെ. ഇനി ഹൈദരാബാദിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു നൈസാം. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സൈന്യമായിരുന്നു റസാഖർ എന്ന് പറയുന്നത്. ഈ സൈന്യത്തിനെ ഇന്ത്യൻ ആർമി പരാജയപ്പെടുത്തിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഹൈദരാബാദിനെ നമ്മളുടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഹൈദരാബാദ് കോൺഗ്രസും ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ഹൈദരാബാദ് ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹൈദരാബാദ് കോൺഗ്രസും പിന്തുണച്ചു. ആൻഡ് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നൈസാമിൻ്റെ അർദ്ധ സൈന്യമായിരുന്ന റസാഖർ അതിനെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ ആർമി അതിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ മണിപ്പൂർ അവിടെ എന്താ സംഭവിച്ചത്, അവിടുത്തെ മഹാരാജാവാണ് ബോധചന്ദ്ര സിംഗ്. ഇദ്ദേഹം നിയമസഭയുമായി ആലോചിക്കാതെയാണ് ലയന കരാറിൽ ഒപ്പുവെച്ചത്. അതാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം. ഓക്കെ. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്, അവിടെയുള്ള കോൺഗ്രസ് അല്ലാതെ ബാക്കി പാർട്ടികളുമായിട്ടൊന്നും അവിടുത്തെ അംഗങ്ങളുമായിട്ടൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിയമസഭയുമായി ആലോചിക്കാതെ ലയന കരാറിൽ ഒപ്പുവെച്ചു മഹാരാജാവായ ബോധചന്ദ്ര സിംഗ്. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇനി മണിപ്പൂരിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്, മണിപ്പൂരാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഭാഷാ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേറ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെ ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അവിടെ എന്താണ്, നിരാഹാര സമരം നടത്തി പോറ്റി ശ്രീരാമുലു അദ്ദേഹം 56-ാം ദിവസം മരണമടയാണ് ചെയ്യണത്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വലിയ പ്രക്ഷോഭത്തിൻ്റെ ബാക്കി ആയിട്ടാണ് ഇങ്ങനെ ഈ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെ 1956-ൽ 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ആദ്യം ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്ത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. സർദാർ വല്ലഭായ് പട്ടേലാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച 3 കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്, മണിപ്പൂർ അല്ലാതെ ബാക്കി എല്ലാവരും ലയന കരാറിൽ ഒപ്പുവെച്ചു. ഇനി ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈദരാബാദിലെ ഇഷ്യൂ, മണിപ്പൂരിലെ ഇഷ്യൂ, പിന്നെ ഫസൽ അലി കമ്മീഷൻ.
ഇനി സെക്കൻഡ് ടോപ്പിക്കാണ് പാർട്ടീഷൻ, വിഭജനം. ഹൈലി ഇമ്പോർട്ടൻറ്റ്. പാർട്ടീഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പറയുകയാണ് നമുക്ക് വേറൊരു രാഷ്ട്രം വേണം, വേറൊരു രാഷ്ട്രം വേണം, ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കണം. ആൻഡ് ബ്രിട്ടീഷ് എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇതിനെ അംഗീകരിക്കുകയാണ്. ഓക്കെ, രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറയണു. അങ്ങനെ പാർട്ടീഷൻ നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈ ഒരു പാർട്ടീഷനെ കോൺഗ്രസ് എതിർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഭജനം നടക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും 4 പോയിൻറ്റ്സ് ആണ്. 4 പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഏക മേഖലയായിരുന്നില്ല. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇടയിലായി ഇന്ത്യയുടെ സ്ഥാനം. ഒന്ന് ഓർത്ത് നോക്കിയേ, പണ്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കിഴക്കൻ പാകിസ്ഥാനായിരുന്നു അല്ലേ? അപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഏരിയയെ നമ്മൾ എന്താക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ്? പാകിസ്ഥാനാക്കി മാറ്റാൻ തീരുമാനിക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് ഈ ഭൂവിഭാഗം കിടക്കുന്നത്, ഈ ജനവിഭാഗം കിടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്തായിട്ട് മാറുന്നു? ഈസ്റ്റേൺ പാകിസ്ഥാനും വെസ്റ്റേൺ പാകിസ്ഥാനും, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെ വരുന്നു? ഈ പാകിസ്ഥാൻ്റെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാകിസ്ഥാൻ്റെ സെൻട്രലായിട്ട് ഇന്ത്യയുടെ സ്ഥാനം വരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ? അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്താ? എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യമില്ലായിരുന്നു. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്ത് പാകിസ്ഥാനാക്കണം എന്ന് പറയുമ്പോഴും അവിടെ കുറച്ച് ആളുകൾക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇനി മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും ഉണ്ടായിരുന്ന അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇന്ത്യക്ക് നൽകി. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്നു ഈസ്റ്റേൺ പാകിസ്ഥാൻ അല്ലെങ്കിൽ വെസ്റ്റേൺ പാകിസ്ഥാൻ നിൽക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ ഉൾഭാഗങ്ങളിൽ തന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അവർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ അതെന്താകും? അത് പാകിസ്ഥാൻ്റെ ഭാഗമാകാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ ഉൾഭാഗത്തെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. ഇനി ന്യൂനപക്ഷ വിഭാഗത്തിന് സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഏരിയയിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, ഈസ്റ്റേൺ വെസ്റ്റേൺ പാകിസ്ഥാൻ്റെ ഇടയിൽ വിട്ടുപോയി ഇന്ത്യ. രണ്ടാമത് എന്താണ്? ഈ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തന്നെ കുറച്ച് ആളുകൾക്ക് ഇതിനോട് താല്പര്യമില്ല. മൂന്നാമതോ, ഈ ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ഇടയിൽ തന്നെ അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ടായിരുന്നു, അത് പ്രശ്നമായി. പിന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി പറയണത് അനന്തരഫലം, കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടീഷൻ തന്നെ 4-5 തവണ ചോദിച്ച ടോപ്പിക്കാണ്. അതിൽ തന്നെ അതിൻ്റെ അനന്തരഫലമാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓർത്താൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് അല്ലേ? നമ്മളുടെ കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റില്ലേ? എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, കുറേ ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു, അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വന്നു. പിന്നെ കുറേ വർഗീയ ലഹളകളുണ്ടായി, മതത്തിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ വർഗീയ മേഖലകളുണ്ടായി വന്നു. പിന്നെ സ്ത്രീകൾ എന്തൊക്കെയാണ് നേരിട്ടത്? സ്ത്രീകൾ നേരിട്ട ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എന്തൊക്കെയാണ് നേരിട്ടത്? ലൈംഗിക അതിക്രമങ്ങൾ, നിർബന്ധിത വിവാഹം, മതപരിവർത്തനം, തടങ്കലിൽ നിന്ന് മോചിതരായിട്ടുള്ളവർ ദുരഭിമാനക്കൊല ചെയ്യപ്പെട്ടു. അതെന്താ സംഭവം? വേറെ മതത്തിൽപ്പെട്ട ആളുകൾ, തടങ്കിൽ വെച്ച സ്ത്രീകൾ, അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരഭിമാനക്കൊല ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അനന്തരഫലങ്ങൾ? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. 80 ലക്ഷത്തിലധികം പലായനം സംഭവിച്ചു. അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വന്നു. വർഗീയ മേഖലകളുണ്ടായി. ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത ഒക്കെ ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി ലൈംഗികാതിക്രമങ്ങൾ, നിർബന്ധിത വിവാഹം, മതപരിവർത്തനം, തടങ്കലിൽ നിന്ന് മോചിതരായവരുടെ ദുരഭിമാനക്കൊല, ഇതൊക്കെയാണ് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ. ഇനി തേർഡ് ടോപ്പിക്ക് വരുന്നത് കോൺഗ്രസ് മേധാവിത്വം, കോൺഗ്രസ് ഡോമിനൻസ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, കോൺഗ്രസ് മേധാവിത്വം. അപ്പോൾ അത് പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിൻറ്റ്സ് അതുപോലെ പഠിച്ച് വെക്കണം, മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഓരോ മാർക്ക്, 2 മാർക്കിനുള്ളതാണെങ്കിൽ അങ്ങനെ, 5 മാർക്കിനുള്ളതാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ മാർക്കിനനുസരിച്ച് അത് എഴുതാൻ പഠിക്കുക. അപ്പം എത്ര മാർക്കിന് ചോദിച്ചാലും വരേണ്ട കണ്ടൻറ്റ് ഇത് തന്നെയാണുള്ളത്, പക്ഷേ അത് മാർക്കിനനുസരിച്ച് എഴുതാൻ വേണ്ടി പഠിക്കണം. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക്. സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് നമുക്കറിയാം. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി, അതിൻ്റെ ഒരു ആശയം എന്നതിലൊക്കെ ഉപരിയായിട്ട് ഏത് ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആളാണെങ്കിലും ഏത് പ്രദേശത്ത് നിന്നുള്ള ആളാണെങ്കിലും അയാൾക്ക് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഏക പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതും എല്ലാ വിധത്തിലുള്ള സ്റ്റേറ്റസിലുള്ള ആളുകളും കോൺഗ്രസ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റിക്ക് അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് ഈ ഒരു കോൺഗ്രസ് മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട്, കോൺഗ്രസ് ഡോമിനൻസ് നിലനിർത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം ഞാൻ പറഞ്ഞു. നമ്മുടെ കേരളം മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ആണെങ്കിലും അവിടെയുള്ള ആളുകളെ എല്ലാവരെയും യുണൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് നിർത്തി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺഗ്രസ് രാജ്യവ്യാപകമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ദെൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവം. ഓക്കെ. ഇനി കോൺഗ്രസ് ഇതര പാർട്ടികൾ ഒറ്റക്കെട്ടായിരുന്നില്ല. അതും ഒരു ഫാക്റ്റാണ്. അതായത് കോൺഗ്രസിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് പോയിൻറ്റ്സ് ആക്കി എഴുതാം. അതുപോലെ തന്നെ മറ്റു പാർട്ടികൾ, വേറെയും പാർട്ടികൾ ജനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവ ഒറ്റക്കെട്ടായിരുന്നില്ല എന്നുള്ളതും കോൺഗ്രസിൻ്റെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി സഹായിച്ച ഫാക്ടറാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക്, കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം, കോൺഗ്രസ് രാജ്യവ്യാപകമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു, ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവം, കോൺഗ്രസ് ഇതര പാർട്ടികൾ ഒറ്റക്കെട്ടായിരുന്നില്ല. ഇത്രയും പോയിൻറ്റ്സേ ഉള്ളൂ. ഇത് വൃത്തിക്ക് പഠിച്ചു വെക്കുക. ഓക്കെ. 4th ടോപ്പിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, എമർജൻസി പ്രൊക്ലമേഷൻ. അപ്പോൾ ഇതിൽ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും, റീസണും അതുപോലെ തന്നെ കോൺസിക്വൻസും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 3 പോയിൻറ്റ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് വൺ, അലഹാബാദ് ഹൈക്കോടതി വിധി. നമുക്കറിയാം 1971 ഇലക്ഷൻ അത് റദ്ദാക്കിക്കൊണ്ടുള്ള വിധി വരികയാണ്. അതേപോലെ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെ ഗുജറാത്തിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യണു. ഇനി ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് സമ്മേളനം നടത്തി. ഒരു വൻ സമ്മേളനം തന്നെ, അതൊരു വൻ പ്രക്ഷോഭം തന്നെയായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ടും അതുപോലെ ഈ ഒരു പ്രക്ഷോഭവും ഒക്കെ തന്നെയാണ് എന്തിലേക്ക് നയിച്ചത്? 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അദ്ദേഹമാണ് എന്ത് ചെയ്യണത്? ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നത്. ആ സമയത്തെ കേന്ദ്രമന്ത്രിമാർ പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് കേട്ടോ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നത്. ഇനി ഇതിലെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടായത്? ഇതും നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് കേൾക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ. പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതൊരു പോയിൻ്റാണ്. മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളത് വേറൊരു പോയിൻ്റാണ്. പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിച്ചു. പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു. തിരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചു. ഇനി ഭരണഘടനാ ഭേദഗതികൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭേദഗതികളാണ് ഭേദഗതി 39 42. ഈ 42 മറന്നേ പോയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭേദഗതി 39 42. അപ്പോൾ ഏതൊക്കെയാണ്? പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി, പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു, പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിച്ചു,
തിരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചു. ഭരണഘടനാ ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭേദഗതി 39-42. അഞ്ചാമത്തെ ടോപ്പിക്കാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 1992 ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ സ്ത്രീകൾ ചാരായ വിൽപ്പനയ്ക്കെതിരെ നടത്തിയ സമരമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുകയാണ്, സാക്ഷരതാ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തുകയാണ്, ചർച്ച നടത്തുകയാണ്. അങ്ങനെ പുരുഷന്മാരുടെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്ക് ധാരണ ലഭിക്കുകയും അങ്ങനെ സ്ത്രീകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. 1992 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സ്ത്രീകൾ നടത്തിയ പ്രതിഷേധമാണ്, ചാരായ വിൽപ്പനയ്ക്കെതിരെ നടത്തിയ സമരമാണ്. ഓക്കെ, ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഉണ്ടായത്. ഗാർഹിക പീഡനം, സ്ത്രീധന സമ്പ്രദായം, ലൈംഗിക ചൂഷണം ഇതിനൊക്കെ കുറിച്ച് ചർച്ച നടത്തപ്പെടുകയും അതുപോലെ തന്നെ ലിംഗസമത്വത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും കൂടുതൽ പോളിസീസ് കൊണ്ടുവരാനും പ്രോഗ്രാംസ് കൊണ്ടുവരാനും ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനും ഈ ഒരു പ്രസ്ഥാനം സഹായകമായി എന്നുള്ളതാണ് ഇവിടുത്തെ പോയിൻ്റ്. അതാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം. 6th ടോപ്പിക് ഷോക്ക് തെറാപ്പി. എന്താണ് ഷോക്ക് തെറാപ്പി? ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നോക്കാനുള്ളത്. എന്താണ് ഷോക്ക് തെറാപ്പി? ഏകാധിപത്യവും കമ്മ്യൂണിസവും പിന്തുടർന്നിരുന്ന സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്കും മുതലാളിത്ത വ്യവസ്ഥയിലേക്കും നടത്തിയ ഒരു മാറ്റമാണ് ഷോക്ക് തെറാപ്പി. പെട്ടെന്നുണ്ടായൊരു മാറ്റം. ഓക്കെ, എന്താണ്? സോഷ്യലിസത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്കുള്ള മാറ്റം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം കിട്ടുന്നു. സ്വതന്ത്ര വ്യാപാരവും വിദേശ നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായി മികച്ച ബന്ധം. ഓക്കെ, മുതലാളിത്തത്തിലേക്ക് മാറ്റം വരുന്നു. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാവുന്നു. അവരുമായിട്ടെന്നല്ല എല്ലാവരുമായിട്ടും വ്യാപാരം നടത്താനും അതുപോലെ വിദേശ നിക്ഷേപത്തിനും ഒക്കെ പ്രോത്സാഹനം ലഭിക്കുന്നു. ജനങ്ങൾ സ്വത്ത് സമ്പാദിക്കാൻ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇതാണ് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇനി പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഷോക്ക് തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് ഓഫ് ഷോക്ക് തെറാപ്പി. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങളുടെ തകർച്ച. എന്താണ്? ഈ പ്രൈവറ്റ് എൻറ്റൈറ്റീസിന് ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങുമ്പോൾ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങളുടെ തകർച്ച. റഷ്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു. ഇനി ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെട്ടതോടുകൂടി അവിടെ എന്തുണ്ടായി? പോവർട്ടി, ദാരിദ്ര്യമുണ്ടായി. ജനങ്ങൾക്ക് ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാണ്ട് വന്നു. പെട്ടെന്ന് അത് റദ്ദാക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് വളരെ നെഗറ്റീവായിട്ടായിരിക്കും എന്ത് ചെയ്യുക? സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുക. ഇനി മാഫിയ സംഘങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ടാക്കപ്പെടും. ഇങ്ങനെ ദാരിദ്ര്യം അപ്രതീക്ഷിതമായി കൂടി വരുന്ന സമയത്ത് മാഫിയ സംഘങ്ങൾ വളർന്നു വന്നു. പിന്നെ സാമ്പത്തിക അസമത്വം ഉണ്ടായി. ഉള്ളവന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു, ഇല്ലാത്തവന് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാമ്പത്തിക അസമത്വം അവിടെ ഉണ്ടായി. ഇനി ഏകാധിപത്യ ഭരണം. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ തന്നെ എന്തായിട്ട് മാറി? ഏകാധിപതികളായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. 6 പോയിൻറ്റ്സാണ്. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങളുടെ തകർച്ച, റഷ്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു, ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ റദ്ദാക്കിയതോടെ ദാരിദ്ര്യമുണ്ടായി, അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്നോണം മാഫിയ സംഘങ്ങൾ വളർന്നു, സാമ്പത്തിക അസമത്വം ഉണ്ടായി, ഏകാധിപത്യ ഭരണം ഉണ്ടാകുകയും ചെയ്തു. അമേരിക്കൻ ആധിപത്യം. ഇതാണ് 7th ടോപ്പിക്ക്. ഓക്കെ, അമേരിക്കൻ ഡോമിനൻസ്. ആ ചാപ്റ്റർ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഇതായിരിക്കും. അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. 1-ാം ഗൾഫ് യുദ്ധം. ഈ 1-ാം ഗൾഫ് യുദ്ധം തന്നെയാണ് കമ്പ്യൂട്ടർ യുദ്ധം അല്ലെങ്കിൽ വീഡിയോ ഗെയിം യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ യുദ്ധം എന്നറിയപ്പെടാനുള്ള കാരണം സ്മാർട്ട് ബോംബ് യൂസ് ചെയ്തതുകൊണ്ടാണ്. വീഡിയോ ഗെയിം യുദ്ധം എന്നറിയപ്പെടാൻ കാരണം ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഇതിന് ഈ ഒരു ഓപ്പറേഷനെ പറയുന്നതാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. എന്താ സംഭവം? ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് കുവൈത്ത് കീഴടക്കി. ഇതിനെതിരെ ആര് വന്നു? ഐക്യരാഷ്ട്രസമിതി. ആരാ നേതൃത്വം നൽകിയത്? US. അങ്ങനെ US വിജയിക്കുന്നു. ഓക്കെ ആണല്ലോ. ജോർജ് ബുഷിൻ്റെ നേതൃത്വത്തിൽ US ഇതിനെതിരെ ഐക്യരാഷ്ട്രസമിതിയെ കൊണ്ടുവരികയും വിജയിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതാണ് ബിൽ ക്ലിൻ്റൺ യുഗം. ആ സമയത്ത് ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു. പക്ഷേ അൽ ഖ്വയ്ദ പോലെയുള്ള പല തീവ്രവാദ സംഘടനകളും അമേരിക്കയ്ക്കെതിരെ വരികയും ഇതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നറിയപ്പെടുന്നത്. ഇനി ഭീകരതയ്ക്കെതിരെ ആഗോളയുദ്ധം. അതായത് ഈ 9/11
ആക്രമണം എന്നറിയപ്പെടുന്നത് നമ്മുടെ സെപ്റ്റംബറിൽ നടന്ന 2001 സെപ്റ്റംബറിൽ നടന്ന ആക്രമണം. അപ്പോൾ ഇതിനൊക്കെതിരെ കൊണ്ടുവന്നതാണ് ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം. അതുപോലെ 2003 ഇറാഖ് അധിനിവേശം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇതൊക്കെയാണ് ഈ ഒരു അമേരിക്കൻ ഡോമിനൻസിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വിവിധ തലങ്ങളാണ്. ഇതിൽ ഈ ആധിപത്യം, ഘടനാപരമായ ശക്തി എന്ന നിലയിൽ, സ്ട്രക്ചറൽ പവർ എന്നുള്ള നിലയിലുള്ള ഡോമിനൻസ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഇങ്ങനെ ഓരോന്നും എടുത്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയും ചോദിക്കാം. നോക്കിക്കോളെ. ആധിപത്യം, മാരകശക്തി എന്ന നിലയിൽ, ഹാർഡ് പവർ എന്നുള്ള നിലയിലുള്ള ഡോമിനൻസ് എങ്ങനെയാണ് നമുക്കറിയാം. ഈ അമേരിക്കയുടെ സൈനിക ശേഷി എന്ന് പറയുന്നത്, വേൾഡ് നമ്പർ 1 ആണ് അമേരിക്കൻ സൈന്യം എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യയും അങ്ങനെ തന്നെയാണ്. അവർ എത്രത്തോളം ഡിഫൻസിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് 12 രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇനി ആധിപത്യം, ഘടനാപരമായ ശക്തി എന്ന നിലയിൽ, സ്ട്രക്ചറൽ പവർ എന്ന നിലയിലുള്ള ഡോമിനൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ്. സമുദ്രപാതകളിലും ഇൻ്റർനെറ്റിലും ശക്തമായ സ്വാധീനം. നമുക്കറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യണത് എന്താണ്? GPS അല്ലേ? അമേരിക്കയുടെ GPS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സമുദ്രപാതകളിലുള്ള ശക്തമായ സ്വാധീനം. ഇനി അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന, IMFും WTOയും ഇതിലൊക്കെ ആർക്കുണ്ട്? ഇത്തരത്തിലുള്ള സാമ്പത്തിക സംഘടനകളിലൊക്കെ ശക്തമായ സാന്നിധ്യം ആരാണ്? അമേരിക്കയാണ്. ഇനി മൃദുല ശക്തി എന്ന നിലയിൽ, സോഫ്റ്റ് പവർ എന്നുള്ള നിലയിലുള്ള ഡോമിനൻസ് എന്താണ്? അമേരിക്കൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം. സിനിമ, സംഗീതം, വസ്ത്രധാരണ രീതി, ഭക്ഷണരീതി, ജീവിതശൈലി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണു? അമേരിക്കയുടെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി 8ാമത്തെ ടോപ്പിക്ക്, യൂറോപ്യൻ യൂണിയൻ. 1992 രൂപീകരിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. വിദേശ സൈനിക നയങ്ങളിൽ തീരുമാനമെടുക്കുക, നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുക. യൂറോ അവർ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന കറൻസിയാണ്. യൂറോ എന്ന പൊതു കറൻസി കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്വന്തമായി പതാകയും ദേശീയ ഗാനവും വരെ എന്തുണ്ട്? ഈ സംഘടനയ്ക്ക് ഉണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശക്തമായ ഒരു സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളിയാകുന്ന ഒരു സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ. കാരണം എന്താണ്? ഈ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഒരുമിച്ച് നിന്നൊരു വൻ ശക്തിയായിട്ട് മാറുകയാണ്. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ബലം, അത് അമേരിക്കയുമായി കിടപിടിക്കാനൊക്കുന്ന വിധത്തിലാണ് യൂറോപ്യൻ യൂണിയൻ്റേത്. ഓക്കെ, ഈ പോയിൻറ്റ്സുകൾ ഓക്കെ ആണല്ലോ. 1992 രൂപീകരിക്കുന്നത്. വിദേശ സൈനിക നയങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, പിന്നെ ഒരു പൊതു കറൻസി, സ്വന്തമായിട്ട് പതാക, ദേശീയ ഗാനം എല്ലാം ഉണ്ട്. അമേരിക്കൻ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണ്. ഇനി ഇതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ യൂണിയൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അംഗരാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. കുറേ കൺട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് ഓരോ കാര്യങ്ങളിലും എന്തുണ്ടായിരിക്കും? എതിർപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഈ യൂറോ എന്ന് പറയുന്ന കറൻസീനെ ഒരു താല്പര്യക്കുറവുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു കറൻസി നിലനിർത്തണം എന്നുള്ള ഒരു താല്പര്യം, ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അടുത്ത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഈ ഫുൾ ഫോം ചോദിക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചേക്കണേ. 1957 ഇത് രൂപീകരിക്കുന്നത്. കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ തെക്കുകിഴക്കൻ രാജ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കുകിഴക്കൻ രാജ്യങ്ങൾ ഈ കൊളോണിയലിസത്തിന് ശേഷം സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് അവർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഈ ആസിയാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം. സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം. ഓർത്ത് വെക്കാൻ സിമ്പിളല്ലേ? സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം. ഇനി അംഗരാജ്യങ്ങൾ തമ്മിലുള്ള അനൗപചാരിക സഹകരണമാണ് ഈ ആസിയാൻ. ഓക്കെ, ഇനി അംഗരാജ്യങ്ങൾ തമ്മിലുള്ള അനൗപചാരിക സഹകരണം ആസിയാൻ മാർഗം, ആസിയാൻ വേ എന്നറിയപ്പെടുന്നു.
യൂറോപ്യൻ യൂണിയൻ ഒരു ഔപചാരിക സഹകരണമാണ്, ഇവിടെ അനൗപചാരിക സഹകരണമാണ്. ഇത് അറിയപ്പെടുന്നത് എന്താണ്? ആസിയാൻ മാർഗം, ആസിയാൻ വേ. ഓക്കെ, ഇനി വേൾഡ് നേരിടുന്ന ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഭീഷണികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി നമ്മൾ ത്രെറ്റ്സ് ആണ് പറയണത്. നമ്മൾ വേൾഡ് നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്നുള്ളത്. പോയിൻറ്റ്സ് നമ്മളൊരു 5 പോയിൻറ്റ്സ് പഠിക്കും. അതിൻ്റെ അണ്ടറിൽ എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യും, നിങ്ങൾക്ക് അതിന് പറ്റും. ഓക്കെ, അപ്പോൾ 5 ടോപ്പിക്സാണ്. ഫസ്റ്റ് വൺ, ഭീകരവാദം. ഗവൺമെൻറ്റിന് എതിരെ നടക്കുന്ന ഭീകരവാദം. ഇനി മനുഷ്യാവകാശ ലംഘനം. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ ഒരു ആർട്ടിക്കിൾ തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ആൻഡ് നമ്മളുടെ ഒക്കെ തന്നെ റൈറ്റ്സിൽ നമ്മളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ആഗോള ദാരിദ്ര്യം. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. ജനസംഖ്യാ വിസ്ഫോടനം, അതായത് ഒരു രാജ്യത്തിൻ്റെ പക്കലുള്ള റിസോഴ്സസ് വെച്ച് ജീവിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവുക, കൂടുതൽ പോപ്പുലേഷൻ അവിടെ ഉണ്ടാകുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ദാരിദ്ര്യം ഉണ്ടാകും, ആളുകൾക്ക് റിസോഴ്സസ് ഇല്ലാണ്ട് വരും. ഓക്കെ, ഇനി കുടിയേറ്റം, മൈഗ്രേഷൻ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ. നമ്മളുടെ കൊറോണ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന ത്രെറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ്. ലോക സമാധാനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം. 1945 ഒക്ടോബർ 24 സ്ഥാപിച്ചത്. 193 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആസ്ഥാനം ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന, ലോക സമാധാനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം. 1945 ഒക്ടോബർ 24 സ്ഥാപിച്ചത്. 193 അംഗങ്ങളുണ്ട്. ആസ്ഥാനം ന്യൂയോർക്കാണ്. ഇനി പ്രധാന വിഭാഗങ്ങൾ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാന വിഭാഗങ്ങൾ ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേത് പൊതുസഭ, രണ്ടാമത് സുരക്ഷാ സമിതി, മൂന്നാമത് സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, 4 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 5 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, 6 സെക്രട്ടേറിയറ്റ്. പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഈ പൊതുസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസഭ രാജ്യസഭ, ലോകസഭ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. പൊതുസഭ. അപ്പോൾ എന്താണ്? ലോക പാർലമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൊതുവായിട്ടുള്ള സഭ, പൊതുസഭ, ലോക പാർലമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സുരക്ഷാ സമിതി ഇവിടെയാണ് ആരുള്ളത്? 5 സ്ഥിരാംഗങ്ങൾ, 10 താൽക്കാലിക അംഗങ്ങൾ. സ്ഥിരമായിട്ടുള്ളവർ 5 ആൾക്കാർ, താൽക്കാലികമായിട്ടുള്ളത് 10, 5, 10 സ്ഥിരം, താൽക്കാലികം. ഓക്കെ, ഈ വീറ്റോ അധികാരമുള്ളത് ഈ 5 സ്ഥിരാംഗങ്ങൾക്കാണ്. ഇനി മൂന്നാമത് സാമ്പത്തിക സാമൂഹിക കൗൺസിൽ. 54 രാജ്യങ്ങളാണ് കേട്ടോ ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. സാമ്പത്തിക സാമൂഹിക കൗൺസിൽ. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ഹേഗ്. ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, പൂർണ്ണ സ്വയംഭരണാധികാരം ഇല്ലാത്ത രാജ്യങ്ങളുണ്ടാകും. ഇവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി സെക്രട്ടേറിയറ്റ്, യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ്, ഒരു വിഭാഗമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോണ കാര്യം ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള ഇന്ത്യയുടെ ആനുകൂല്യം. അതായത് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഈ വീറ്റോ അധികാരം വേണം, നമുക്ക് ഈ സ്ഥിരാംഗത്വം തരണം. അപ്പോൾ നമുക്കത് പറയണത് എന്തുകൊണ്ടാണ്? നമുക്കതിനുള്ള ക്വാളിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ്? നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം. നമ്മൾ രണ്ടാമതായിരുന്നു, ഇപ്പോൾ എന്തായി? ഒന്നാമതായി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ഇനി യുണൈറ്റഡ് നേഷൻ സമാധാന ദൗത്യങ്ങളിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടാറുണ്ട്. വികസ്വര രാജ്യങ്ങളിലെ പ്രധാന ശക്തി, വികസ്വര രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻ ഫണ്ടിലേക്ക്
കൃത്യമായി സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, പിന്നെ ഈ സമാധാന ദൗത്യങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്നു. വികസ്വര രാജ്യങ്ങളിലെ പ്രധാന ശക്തിയാണ് നമ്മൾ. യുണൈറ്റഡ് നേഷൻ ഫണ്ടിലേക്ക് നമ്മൾ കൃത്യമായി സംഭാവന നൽകുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് മറന്നു പോകരുത്. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. 12ാമത്തെ ടോപ്പിക്ക് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഒരുവിധമൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കഴിയുന്നിടത്ത് എഴുതാൻ പറ്റും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്കുള്ള ആശയങ്ങളുടെയും മൂലധനത്തിൻ്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒഴുക്ക്, ഈ അതിർത്തികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എല്ലാം എന്തൊക്കെയാണ്? ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, മനുഷ്യർ, എല്ലാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പറയണം? വ്യാപാര നിയമങ്ങൾ ലഘൂകരിക്കുന്നു. എന്താണ്? ഈ ലിമിറ്റ്സൊക്കെ കുറയ്ക്കുന്നു. ലിമിറ്റേഷൻസ് ഇല്ലാണ്ടാക്കുകയാണ് ഇത് ചെയ്യണത്. അതുപോലെ രാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രമായ മൂലധന പ്രവർത്തനത്തിന് സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വ്യാപാരം കുറച്ചും കൂടി ഈസി ആവുന്നു, കുറച്ചും കൂടെ വ്യാപിക്കുന്നു. അതുപോലെ തന്നെ മൂലധന പ്രവാഹം കുറച്ചും കൂടെ വ്യാപിക്കുന്നു. ഇനി സാങ്കേതിക വിദ്യകളുടെ സ്വതന്ത്രമായ പ്രവാഹം, സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ വഴി എന്ത് ചെയ്യപ്പെടും? തൊഴിലവസരങ്ങൾ ലഭിക്കും. ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രീയ പ്രത്യാഘാതം, സാമ്പത്തിക പ്രത്യാഘാതം, സാംസ്കാരിക പ്രത്യാഘാതം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അഥവാ നിങ്ങൾക്ക് എക്സാമിന് ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും ആ പോയിൻറ്റ്സ് മാത്രം അങ്ങനെ എഴുതിയാലും മതി. എന്നാലും പറയുകയാണെ, രാഷ്ട്രീയ പ്രത്യാഘാതം എന്തൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശേഷി കുറയുന്നതിന് കാരണമാകുന്നു. രാജ്യങ്ങൾ തമ്മിൽ മത്സരം സജീവമാകുന്നത് സർക്കാരുകളുടെ പ്രസക്തി നിലനിർത്തുന്നു. 2 കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സ് ആണല്ലേ. എന്താ പറയണത്? ഒന്ന്, ഈ അതിർത്തികളൊന്നും ഇല്ലാതെയുള്ള ഒഴുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ആവശ്യകത, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രഭാവം എന്ത് ചെയ്യപ്പെടും? അത് കുറയും, അതിന് കാരണമാകും. പക്ഷേ അതേസമയം നമുക്ക് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ട് വരും. എന്താണ്? ഈ ഒരു മത്സരം നിലനിൽക്കും. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം സജീവമാകും. അത് കാരണം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ, സർക്കാരുകളുടെ പ്രസക്തി നിലനിൽക്കുകയും ചെയ്യും. ഇനി വിവരശേഖരണം എളുപ്പമാകും, സാങ്കേതിക വിദ്യകളുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഓരോ പൗരന്മാരുടെയും, സിറ്റിസൺസിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യാനും എല്ലാം എന്താണ്? ഈ സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്? എളുപ്പമാക്കപ്പെടും. ഇനി സാമ്പത്തിക പ്രത്യാഘാതം. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കിട്ടും. ഈ IMF, WTO പോലെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കിട്ടും. സ്വതന്ത്ര മൂലധന പ്രവാഹം നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാവണത്. ഓക്കെ. ഇനി സാംസ്കാരിക പ്രത്യാഘാതം എന്താണ്? സാംസ്കാരിക ഏകീകരണം സംഭവിക്കുന്നു. പാശ്ചാത്യ സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. സാംസ്കാരിക ഏകീകരണം സംഭവിക്കുന്നു. അതേസമയം എന്താണ്? നമ്മുടെ എന്ത് ചെയ്യപ്പെടുന്നു? ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മളുടെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഓക്കെ, ഇത്രയാണ് പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ്, അധികമൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അതും മനസ്സിലാവുന്നില്ലേ പറയണത്? ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. വീണ്ടും കേൾക്കണം. ഓക്കെ. ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 4, 5, 6 തവണയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി ഇത്രയൊന്നും ഇല്ലെങ്കിലും 1-ൽ കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ചെല്ലേണ്ട കാര്യം ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം പഠിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു 1-ൽ കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതുപോലെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. ഈ ശീതയുദ്ധം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും മത്സരവും. ഓക്കെ, ഇതാണ് ഈ ശീതയുദ്ധം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വൻ ശക്തികൾക്ക് മുന്നിൽ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കാതിരിക്കാൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ലോകയുദ്ധങ്ങൾക്ക് ശേഷം രൂപീകരിച്ചതാണ്. ഇന്ത്യ അംഗമാണ്. ഫൗണ്ടിങ് മെമ്പറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ശീതയുദ്ധം, പുത്തൻ സ്വാതന്ത്ര്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയും ഇതിന് കാരണമാണ്. ഇതൊക്കെ കാരണമാണ് ഇത് ഉണ്ടാക്കപ്പെട്ടത്.
അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ കാരണം, റീസൺ ചോദിക്കാം. സാമ്പത്തിക മുരടിപ്പ്, അമേരിക്കയുമായി നടത്തിയ ആയുധ പോരാട്ടം, അഴിമതി, റഷ്യയുടെ ആധിപത്യം, അതുപോലെ നമ്മളുടെ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ ഇതിന് കാരണമായി എന്ന് പറയപ്പെടുന്നു. ദേശീയ വികാരം. ഓക്കെ, ഇതൊക്കെ. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അമേരിക്കൻ തീരത്തിനടുത്തുള്ള ക്യൂബ എന്ന ദ്വീപ്, അത് അമേരിക്ക എന്ത് ചെയ്യപ്പെടുന്നു, ആക്രമിക്കുമെന്ന ഭയത്തിൽ, ഈ ഒരു ഭയത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതാവ് അവിടെ ആണവായുധത്തോടുകൂടി മിസൈൽ സ്ഥാപിച്ചു. മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകൾ തടയാൻ അമേരിക്ക തീരുമാനിച്ചു. ഒടുവിൽ സന്ധി സംഭാഷണം നടത്തി. ഇതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ കുറച്ച് ടോപ്പിക്സ് കൂടിയുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് അത് വൃത്തിക്ക് പഠിച്ചിട്ടേ വേറെ എന്തും നോക്കാൻ പാടുള്ളൂ. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിവൈസ് ചെയ്യണം. മിനിമം ഒരു 3 തവണയെങ്കിലും ഈ വീഡിയോ കണ്ട് റിവൈസ് ചെയ്യണം. ഓക്കെ.